Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗവും RSSും തമ്മിലുള്ളൊരു ധാരണ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്നില്ല. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം SNDP യോഗം RSSുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രത്തിൽ സഹമന്ത്രി സ്ഥാനം രാജ്യസഭാംഗത്വം നൽകാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അതിനുള്ള കളമൊരുക്കലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സംഘർഷം. തെറ്റായ ധാരണയാണ്. കാരണം അങ്ങനെ SNDP ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തിന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു വഴക്കുണ്ടാക്കേണ്ട ആവശ്യം? SNDP യോഗത്തിന് അങ്ങനെ ഒരു ഓഫർ ഉണ്ടോ? അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സഹമന്ത്രി സ്ഥാനം SNDP യോഗത്തിന് നൽകാം, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞോ? അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി തന്നെ പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെയും കണ്ടിരുന്നു തുഷാർ? കണ്ടിരുന്നു. ഞാൻ എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധം. ഈ അടുത്ത കാലത്ത് പിണറായി വിജയനെ കാണാനുണ്ടായ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങൾ പലതൊക്കെ ജസ്റ്റ് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണ്? തുഷാറിനെ കണ്ടപ്പോൾ എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന് ഈ ഒരു സന്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനതിപ്പോൾ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു SNDP യോഗം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അരുവിക്കരയിൽ. അത് അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യമാണ്. മാധ്യമങ്ങളോട് പറഞ്ഞതാണ് കാര്യം. SNDP യോഗത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊരു പ്രചരണം മുഴുവനായിട്ടുണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ച് തന്നെ ചർച്ച വന്നു. സംസാരിച്ച സമയത്ത് ഞാൻ അതല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ SNDP യോഗം ബോധപൂർവമായി O രാജഗോപാലിന് വേണ്ടി വോട്ട് പിടിച്ചു എന്നാണ്. അങ്ങനെ ഒരു വോട്ട് പിടിക്കൽ നടത്തിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തൊരു 10,000 വോട്ട് കൊണ്ട് മറിക്കാൻ SNDP യോഗത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ SNDP യോഗത്തിന് സംഘടനാപരം മനസ്സിലാക്കണം. കാരണം SNDP യോഗം അവിടെ ഉഴമലയ്ക്കൽ ഉൾപ്പെടെയുള്ള ഒരുപാട് അവിടെയുള്ള പഞ്ചായത്തുകൾ വളരെ സജീവമായിട്ടുള്ള SNDP യോഗ പ്രവർത്തകരുള്ള പ്രദേശമാണ്. അവിടെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും SNDP യോഗത്തിനെതിരെ ചെയ്തിട്ടില്ല. കോടിയേരിയുമായും സംസാരിക്കുന്നുണ്ട് തുഷാർ. അല്ലെങ്കിൽ അതിനകത്ത് ഇത് വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ തുറന്ന് ഒരു കാരണവശാലും ഇങ്ങനെ കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ ബോഡി ലാംഗ്വേജ് എല്ലാം തന്നെയും നിങ്ങൾ സംഘപരിവാറിന് ഒപ്പമാണ് എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും മനസ്സിലാവും. ഇപ്പോൾ SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് RSSനോടൊപ്പം BJPയോടൊപ്പം പോകാനാണ് താല്പര്യമെന്നാണ് നിങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ശരീരഭാഷ വ്യക്തമാക്കുന്നത്. ഒരിക്കലുമല്ല. ഏത് തരത്തിലുള്ള ശരീരഭാഷയാണ് ഇവർ വ്യക്തമാക്കുന്നത്? മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പം SNDP യോഗത്തിനെതിരെയല്ല അതിൻ്റെ നേതൃത്വത്തിനെതിരെയാണ് എന്ന് ഇതിൻ്റെ നേതാക്കന്മാർ പറയുമ്പോൾ ഞങ്ങൾ പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഞങ്ങളോടൊപ്പമാണ്. ഈ പറയുന്ന നേതാക്കന്മാർ മാത്രമാണ് ഈ അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് തള്ളിപ്പറയാൻ കഴിയുമോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഇവിടെ ഗുരുദേവനെതിരെ ആക്ഷേപം ഉണ്ടായപ്പോൾ കേരളത്തിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഇറങ്ങിയത് പാർട്ടിയുടെ മെമ്പർമാർ തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുമായി പിണറായി വിജയനുമായും കോടിയേരിയുമായും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം, നിങ്ങളുമായി സഖ്യം ചെയ്യാൻ തയ്യാറാണ് എന്ന നിലയിൽ അവരുമായി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമാണല്ലോ. അല്ലെ നമ്മൾ ഇതിനു മുമ്പ് എനിക്കൊറ്റയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അത്. അല്ല, അങ്ങനെ ഒരു ആശയവിനിമയം അവരുമായി സാധ്യമായിട്ടുണ്ടോ? എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഴപ്പമില്ല. ഞങ്ങളെ സംഘപരിവാറിന്റെ BJPയുടെ ക്യാമ്പിൽ എത്തിക്കാതിരിക്കുക, അതിനുവേണ്ടി SNDP യോഗം പ്രവർത്തകരെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ തുഷാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ വേണമെന്നില്ല, SNDP യോഗത്തിന് അനുഭാവമുള്ളവരുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞങ്ങൾക്ക് കൂടുതൽ യോജിച്ചു പോകാൻ കഴിയുക LDFുമായിട്ടാണ് എന്നാണ്. ആ ചിന്താഗതി ഇന്നുണ്ട്. അതൊരിക്കലും LDFുമായി സഹകരിച്ചു പോകാൻ SNDP തയ്യാറല്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. പിന്നെ എന്താണ് തടസ്സം എന്ന് പറയുന്നത്? പലപ്പോഴും അവരെടുക്കുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ ഗുരുദേവനെ ആക്ഷേപിച്ചു. ഇത്രയും കൂടുതൽ അവഗണിച്ചിട്ട് പോലും അതിനെതിരെ എന്തൊക്കെയാണ് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി. അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശദീകരണമുള്ളത്, ഞങ്ങൾ ഗുരുദേവനെ ഒരു ഘട്ടത്തിലും ആക്ഷേപിച്ചിട്ടില്ല. പകരം അവിടെ പ്രാദേശികമായി രൂപകൽപ്പന ചെയ്തൊരു ഫ്ലോട്ട്, ആ ഫ്ലോട്ടിൽ ഒരു മഞ്ഞ വസ്ത്രധാരിയും ഒരു കാവി വസ്ത്രധാരിയും ഗുരുദേവനെ കുരിശിലേറ്റുന്നു എന്നുള്ളതാണ്. ഗുരുദേവ ദർശനങ്ങളെ, അതിന് കോട്സിലാണ്, ഗുരുദേവ ദർശനങ്ങളെ കുരിശിലേറ്റുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ഒരു ഫ്ലോട്ട് അവിടുത്തെ ബാലസംഘം പ്രവർത്തകർ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക CPM പ്രവർത്തകർ എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. അതിന് ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ പങ്കാളിത്തമില്ല. എന്നിട്ട് പോലും CPM ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം തലശ്ശേരിയിൽ ഒരിടത്ത് ഗുരുദേവ പ്രതിമയുടെ കൈയറത്ത് പൊന്തയിലേക്ക് തള്ളി RSSകാരാണെന്ന് ബോധ്യമായിട്ടും അവർക്കെതിരെ കേസെടുത്തിട്ടും നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരീരഭാഷ പ്രസരിപ്പിക്കുന്നത് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോട് വലിയ വിരോധവും RSSനോട് കൂറുമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുരിശിൽ തറയ്ക്കാനാണെങ്കിൽ യേശുക്രിസ്തുവിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഈ പറയുന്ന ആചാര്യന്മാർ അവർ ചെയ്യുമോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് ചിലപ്പോൾ ചെയ്തേക്കുമായിരിക്കും. ഇപ്പോ ഒരു സാഹചര്യം വന്നിട്ടുള്ളത് SNDP യോഗ നേതൃത്വത്തിലെ ചിലർ ചേർന്ന് അതൊക്കെ ന്യായം പറയാമെന്നല്ലേ ഉള്ളൂ. കാരണം ഇപ്പൊ ഗുരുദേവ വിഗ്രഹം എന്ന് പറയുന്നത് ആര് തകർത്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു യഥാർത്ഥമായിട്ട് പോലീസ് കേസ് അടക്കുകയാണ്. പക്ഷെ അത് തെളിഞ്ഞിട്ടില്ല. അത് എവിടെയോ പോയി ആരോ അറസ്റ്റ് ചെയ്തു എന്നുള്ള ശരി തന്നെ. ഇതിപ്പോ RSS അല്ല, ആര് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും SNDP യോഗത്തിന് ഞങ്ങളുടെ സമുദായത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അത് അവരാണ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാവും, ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. അവിടെ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് തുഷാറിന് സംശയം തോന്നുന്നത് അവരെ കുറ്റം പറയാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്. കാരണം അവിടെയുള്ള BJP നേതൃത്വമാണ് ഈ പറയുന്ന ക്ലബിൽ പോയി ഇത്രയും അക്രമ സംഭവങ്ങൾ സൃഷ്ടിച്ചത് ഞങ്ങളാണ്, ഞങ്ങളുടെ ചിലരാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത് BJPയുടെ അവിടുത്തെ ജില്ലാ നേതൃത്വം തന്നെയാണെന്ന് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് വരെ പറയുകയുണ്ടായി. അത് തന്നെയാണ് പ്രശ്നം. കാരണം ഈ ക്ലബ്ബ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ഗുരുദേവ വിഗ്രഹം എന്ന് പറയുന്നത് അത് അവിടെ നിന്ന് പുറത്തെടുത്ത് ആരാണ് കടന്ന് ഇപ്പൊ അവിടെ പോയി അവിടെ അടിയുണ്ടാക്കിയതാരാ? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും ഈ പറയുന്ന RSSന്റെ ആളുകളും തമ്മിൽ അടിയുണ്ടായി. ക്ലബ്ബാണേ. ഈ ക്ലബ്ബിൽ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായ സമയത്ത് ആരാണ് ഇത് എടുത്തു കളഞ്ഞതെന്ന് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അതാണ് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. RSS എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടന, RSS ഒരു ഹിന്ദു സംഘടനയാണല്ലോ. ഈ ഹിന്ദു സംഘടനയ്ക്ക് SNDP യോഗം പോലെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തുഷാർ വിചാരിക്കുന്നു. അത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഇത് മറ്റുള്ള ആളുകൾ വിശ്വസിക്കുമോ വിശ്വസിക്കാതിരിക്കുകയോ ഗുരുദേവനെ ദൈവമായിട്ട് കാണുകയോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഞങ്ങൾ ദൈവമായ ഗുരുദേവനെ കാണുന്നത്. ഗുരുദേവ വിശ്വാസികളും ഗുരുദേവനെ ദൈവമായി കണ്ട് ആരാധിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ മറ്റുള്ളവർ അത് വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മതപരിവർത്തനം നടക്കുന്ന ഒരു സംഘടനയല്ല SNDP യോഗവും. അതുപോലെ തന്നെ ഗുരുദേവനെ മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയോ അല്ല ആരാധന അവർ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ SNDP ഒന്നും കാര്യമില്ല. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഗുരുദേവനെ വിശ്വസിക്കാം, അതിനോട് സഹകരിക്കാം, അവർക്ക് ഞങ്ങൾ വരാം. നമുക്ക് ആശയപരമായി ആരുമായൊക്കെ യോജിക്കാം, ആരുമായൊക്കെ യോജിക്കാൻ കഴിയാതിരിക്കാം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത യോഗത്തിന് വേണ്ടേ? ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് RSS ഒരു ഹിന്ദു സംഘടനയാണ്. ഒരു ഹിന്ദു സംഘടനയ്ക്ക് ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി കാണുന്ന SNDP യോഗത്തെ താത്വികമായി അംഗീകരിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് കേരളത്തിൽ വലിയ തോതിലുള്ളൊരു സാന്നിധ്യം പ്രകടമാക്കേണ്ട സമയമാണ്. രാഷ്ട്രീയമായി SNDP യോഗത്തിൻ്റെ വോട്ട് ആവശ്യമുണ്ട് എന്നതുകൊണ്ട് നിങ്ങളോട് സൗമനസ്യം കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആശയപരമായി ഇപ്പോൾ കൽബുർഗിയെ വെടിവെച്ചു കൊന്നു. എന്തിനു വെടിവെച്ചു കൊന്നു? RSSൻ്റെ ആശയങ്ങൾക്കെതിരാണ് എന്ന് തോന്നുന്നതുകൊണ്ട്, ഹിന്ദു ദൈവങ്ങൾക്കെതിരെ, പ്രതിഷ്ഠയ്ക്കെതിരെ അദ്ദേഹം പരസ്യമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സമാനമായ വിധത്തിൽ നമ്മളൊന്ന് പിന്നോട്ട് നോക്കിയാൽ ശ്രീനാരായണ ദർശനങ്ങൾ ഒരുപക്ഷെ RSSന് ഈ നിലയിൽ തന്നെ കാണാൻ കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ആശങ്ക തുഷാറിനെ പോലുള്ള യോഗം പ്രവർത്തകർക്കില്ല. RSSും ഞങ്ങളും തമ്മിൽ എന്തിന് താരതമ്യം ചെയ്യണം? ഒന്നാമത് RSSൻ്റെ അവരുടെ വിശ്വാസങ്ങളും അവരുടെ കാര്യങ്ങൾ അവരുടേത്. SNDP യോഗത്തിൻ്റെയും സമുദായത്തിൻ്റെയും കാര്യങ്ങൾ നടത്തേണ്ടത് ഞങ്ങളുമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾ നടത്തേണ്ടത് അവരാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങളും അവരുടെ അജണ്ട നടത്തേണ്ടത് അവരാണ്. ഓരോ സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ കയ്യിൽ വെക്കുകയും അത് അതേസമയത്ത് SNDP യോഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുള്ളൂ. RSSകാരെ കൊണ്ട് വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാത്തവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാനോ ഞങ്ങൾ ആരും തയ്യാറല്ല. അങ്ങനെ ആശയപരമായ ഭിന്നതയുള്ള ഒരു സംഘപരിവാർ സംവിധാനവുമായി SNDP യോഗത്തിന് യോജിച്ചു പോകാൻ കഴിയുമോ ഏതെങ്കിലും ഘട്ടത്തിൽ? അല്ല, ഇത് SNDP യോഗ സംബന്ധിച്ചോളം പറഞ്ഞല്ലോ, ആരുമായി ഞങ്ങളുടെ ഒരു മിനിമം പ്രോഗ്രാമിൽ ഞങ്ങളെ സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തയ്യാറാണ്. ഒരു ആശയപരമായ ഒരു അടുപ്പം പ്രധാനമല്ല, പകരം നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് മാത്രമേ കിട്ടും എന്നുള്ളതല്ല പ്രശ്നം. കാരണം ഞങ്ങളോട് കാണിച്ചിട്ടുള്ള അവഗണന നിസ്സാരമായി കാണരുത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചവരാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും പറയുന്നത്. ഇവിടുത്തെ BJP ഈ രാജ്യം കേരളം ഭരിച്ചിട്ടില്ല, അതുകൊണ്ട് അവരെന്താ ചെയ്തെന്നുള്ളത് നമുക്കാർക്കൊന്നും പറയാൻ കഴിയില്ല. ഒരു വലിയ മെയ്വഴക്കം തന്നെ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിനുണ്ട്. ഇപ്പം UDFുമായി നിങ്ങൾക്ക് നല്ല ബന്ധം, UDFിൻ്റെ അകത്തുനിന്ന് കോർപ്പറേഷൻ കിട്ടുന്നു, മറ്റ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു, അവരുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോൾ
അവരുമായി ഒരു ആശയൈക്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നേരത്തെ LDF ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ LDF അധികാരത്തിൽ വരില്ല എന്ന് തോന്നുമ്പോൾ LDFുമായി ഒരു അകൽച്ച ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അധികാര രാഷ്ട്രീയം മാത്രമാണ് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിന് ഏറ്റവും കുറഞ്ഞതുള്ളത്. ഈ നേതൃത്വം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, നേതൃത്വം എന്ന് പറയുന്നത് ഏതാണ്ട് 97% വോട്ട് ഈ സമുദായത്തിൻ്റെ അംഗങ്ങളുടെ നിന്ന് വാങ്ങിച്ചു വന്ന നേതൃത്വമാണ്. നേതൃത്വത്തിന് ഞങ്ങളുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് SNDP യോഗം പ്രവർത്തിക്കുന്നത്. ഈ SNDP യോഗത്തിൻ്റെ മെമ്പർമാർ എന്തുകൊണ്ട് ഇവിടെ പൊളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ SNDP യോഗത്തിന് ഇത്രയും സജീവമായി പ്രസ്താവന ഇറക്കിയിട്ട് പോലും ഇത്രയും കൂടുതൽ ആളുകൾ അവിടെ വന്ന് വോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം. കാര്യം ഇവിടെ കേരളത്തെ SNDP യോഗം സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സംഘടനയല്ല. കേരളത്തിലെ ഈഴവർ മുഴുവൻ വോട്ട് ചെയ്യുന്ന ഒരു സംഘടനയല്ലല്ലോ SNDP അല്ല. കാര്യം SNDP യോഗത്തിന്റെ ഏതാണ്ട് 22 ലക്ഷം മെമ്പർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ആളുകൾ മുഴുവൻ വരുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ വരുന്നതല്ല. അതിന്റെ ഭരണഘടനയൊക്കെ ചോദ്യം ചെയ്യുന്നവർ SNDP യോഗം നേതൃത്വത്തിന് പുറത്ത്. ഒരിക്കലുമല്ല. ഈ ഭരണഘടനയെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഇത് ഗുരുദേവൻ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണുള്ളത്. SNDP യോഗത്തിന്റെ ബൈലോയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത് ഈഴവന്റെയും തീയന്റെയും വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും സംഘടനാപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കുന്നത്. വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. ഗുരുദേവൻ തന്നെ ഇതിന്റെ ലൈസൻസിൽ ഏതാണ്ട് 113 വർഷം മുമ്പ് കിട്ടിയിട്ടുള്ള SNDP യോഗത്തിന്റെ ലൈസൻസ് എഴുതിയിട്ടുള്ളത് ഈഴവനാണ് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈഴവനും തീയനുമാണ് മെമ്പർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മെമ്പർഷിപ്പ് എന്ന സ്ഥലത്ത് വളരെ വ്യക്തമായി സമുദായം എന്ന് എഴുതിയിട്ട് ഈഴവ, ഈഴവാത്തി, വില്ലവ, തീയ, ചോവൻ എന്ന് എഴുതിയിട്ടാണ് ഇതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എല്ലാവർക്കും കൊടുക്കേണ്ട മെമ്പർഷിപ്പ് അല്ല. അത് തന്നെ തെറ്റിദ്ധാരണയാണ്. SNDP യോഗ നേതാക്കന്മാർ ജാതി പറയുന്നു. ജാതി പറയാൻ SNDP യോഗ നേതാക്കന്മാർക്ക് അവകാശമുണ്ട്. കാരണം SNDP യോഗത്തിന് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നതാ സമുദായ താല്പര്യങ്ങൾ. സമുദായത്തിന് വേണ്ടി SNDP യോഗം ഈ പറയുന്ന NDA സർക്കാരിൽ നിന്നാണെങ്കിലും UDF സർക്കാരിൽ നിന്ന് ഇത് ചെല്ലുന്നത് SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചിലരിലേക്ക് മാത്രമല്ലേ? അതെങ്ങനെയാണ് സമുദായത്തിലേക്കാവുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത തരാമോ? തീർച്ചയായും തരാമല്ലോ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇപ്പം ഈ പറയുന്ന SNDP യോഗത്തിൻ്റെ നേതൃനിരയിലുള്ള ആർക്കാണ് ഈ പറയുന്ന ഗവൺമെന്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അവകാശം നേരിട്ട് അവരുടെ വീടുകളിലേക്ക് പോയിട്ടുള്ളതെന്ന്? ഒരു ഉദാഹരണത്തിന് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബത്തിലേക്കാണ് അത് പോകുന്നത്. ഒരെണ്ണം പോലും ഇല്ല. ഏതെങ്കിലും ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണി നിർത്താം. ചുമ്മാ അത് അബദ്ധം പറയരുത്. ഈ പറയുന്ന ആളുകൾ പറയുന്നത് ശുദ്ധ കള്ളമാണ്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഞാനൊരു ഷെയർ ഹോൾഡർ മാത്രമൊന്നുമേ ഉള്ളൂ. അത് ഈ സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ പണം കൊടുത്തിട്ട് ഉണ്ടാക്കിയുള്ള ട്രസ്റ്റിലാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനം. ഈ പറയുന്ന കേരളത്തിലെ 90 SNDP യോഗത്തിൻ്റെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ച ഒന്ന് ദയവായി മനസ്സിലാക്കണം. കാരണം സാധാരണ എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപം ഇങ്ങനെ പറയുന്നത് ഒരുപാട് പേരെ കാണാറുണ്ട്. കാരണം യഥാർത്ഥത്തിൽ മഹാനായ ശങ്കർ സാറിൻ്റെ കാലത്ത് ഉൾപ്പെടെ SNDP യോഗത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 56ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് 96 വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 18 വർഷക്കാലം കൊണ്ട് പുതിയതായി 90-ന് മുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. SNDP കിട്ടിയിട്ടുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനം എൻ്റെയോ അതല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ ഒരു യൂണിയൻ്റെ നേതാക്കന്മാരുടെയോ ഒരു ശാഖയുടെ നേതാക്കന്മാരുടെയോ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെയും വ്യക്തിപരമായിട്ടുള്ള പേരിലല്ല. ഇതെല്ലാം സംഘടനയ്ക്കാണ്, സമുദായത്തിൻ്റെതാണ്. ഇതിന് നാളെ SNDP യോഗത്തിൻ്റെ സ്ഥാനം ഞാനിവിടെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തേക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവില്ല. ഈ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇത് മറ്റുള്ള പല രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റു പല സംഘടനകളിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും സംഘടന ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ ആരും ചെയ്യുന്നവരല്ല. അത് ഞങ്ങൾ പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പം BJP ഒരു വാഗ്ദാനം നൽകുമ്പോൾ അത് വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒന്നുകിൽ വെള്ളാപ്പള്ളി നടേശന് ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് സഹമന്ത്രി സ്ഥാനം എന്ന നിലയിലാണ് നൽകുന്നത്. തുഷാറിനും വെള്ളാപ്പള്ളിക്കും അപ്പുറത്തേക്ക് ഒരു സ്ഥാനമാനങ്ങളും എത്തുന്നില്ല എന്നുള്ള ഒരു പൊതുചിന്തയാണ് നിങ്ങളിലേക്ക് മാത്രമായി ഇത് അധികാര സ്ഥാനങ്ങൾ കേന്ദ്രീകരിക്കുന്നു എന്ന്. ഏത് സ്ഥാനമാണ് ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ഈ പറയുന്നത് ഞങ്ങളാരും എടുത്തിട്ടുള്ളത്? ഞാൻ ആകെ ഇവിടെ വന്നപ്പോൾ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറാണ് ഞാൻ എടുത്തത്. സ്റ്റേറ്റുകാരുള്ള ഒരുപാട് ബോർഡുകൾ ഞങ്ങൾക്ക് കിട്ടി. അത് മുഴുവൻ ഓരോ യൂണിയൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർക്കാണ് കൊടുക്കുകയുണ്ടായത്. കേരളത്തിലുള്ള ഒരു ശാഖയുടെയോ ഒരു യൂണിയൻ്റെ നേതാക്കന്മാർ ഇത് പറയില്ല. ഇത് പുറത്തു വെച്ചുകൊണ്ട് ആക്ഷേപം പറയുന്ന ചില ആളുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ പറയുന്ന ബോർഡ് പോലും രാജിവെക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ രാജിവെച്ച് ഇന്ന് അവിടെ മറ്റുള്ള യൂണിയൻ്റെ പ്രസിഡന്റാണ് അതിൻ്റെ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ സ്ഥാനങ്ങളിലല്ലാതെ ഒരു സ്ഥാനങ്ങളിലും ഈ ഗവൺമെൻറ്റുകൾ ഒന്നും തന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ മറ്റുള്ള ഒരു സ്ഥാനങ്ങളിലും ഞാനോ ജനറൽ സെക്രട്ടറിയോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരുമില്ല. ചുമ്മാ ആക്ഷേപം പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും സത്യാവസ്ഥയുള്ള കാര്യമേ അല്ല. ഈ ധർമ്മവേദിയുമായിട്ടുള്ള ബലാബലം
അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഗോകുലം ഗോപാലൻ CPM നേതൃത്വവുമായി കുറച്ച് അടുപ്പമാണ്, അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാറും അകലുന്നത്. ധർമ്മവേദി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇന്ന് കേരളത്തിലില്ല. ആകെ 2-3 പേര് നിൽക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട പോലും കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഗോകുലം ഗോപാലനുമായി തെറ്റിപ്പോയത്? ഗോകുലം ഗോപാലൻ ഒരു സമുദായ പ്രവർത്തകനാണല്ലോ. അല്ല, ഒരിക്കലും വരുന്നില്ല. പുള്ളിയുടെ 62 വയസ്സിൽ SNDP യോഗത്തിൻ്റെ മെമ്പർഷിപ്പ് ജനറൽ സെക്രട്ടറി നിർബന്ധിച്ച് കൊടുത്ത് അദ്ദേഹത്തെ ആക്കിയതാണ്. അതിന് കുറേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല ആവശ്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞു പോയി. അത് അദ്ദേഹത്തിൻ്റെ വഴിക്ക് അദ്ദേഹം പോയി. SNDP വഴിക്കായിരുന്നു. അത് പോയത് എന്താണെന്ന് കഴിഞ്ഞ വർഷം CPM-ുമായുള്ള അകൽച്ചയ്ക്ക് ഒരു കാരണം ഗോകുലം ഗോപാലനാണോ? ഒരിക്കലുമല്ല. അതൊന്നും ഇവിടെ ഒരു പ്രശ്നം. കാര്യം നമ്മളെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യങ്ങളും ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്തുള്ളവരല്ല. ഞാൻ വീണ്ടും പഴയ ചോദ്യത്തിലേക്ക് പോവുകയാണ്. SNDP യോഗത്തിലെ പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ജനറൽ സെക്രട്ടറി തന്നെ ഒരു പ്രമേയ രൂപേണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം എവിടം വരെ? അതിനെക്കുറിച്ചൊരു ചർച്ച, ഒരു ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം സാധ്യമാകുമോ? ഒരു ഫൈനൽ ഡെസിഷൻ ആയിട്ടുള്ള അതൊക്കെ വരാൻ വേണ്ടി പോകുന്ന ദിവസങ്ങൾ നമ്മൾ കാണേണ്ട കാര്യമാണ്. 20-ാം തീയതി SNDP നേരത്തെ പിണറായി വിജയനുമായും കോടിയേരിയുമായും ഒക്കെ സംസാരിച്ച കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇവരുമായുള്ള സംസാരത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം സംബന്ധിച്ച് എന്തെങ്കിലും വിഷയം? ഇല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിണറായിയും കോടിയേരിയും ഇവരിൽ ആരോടാണ് തുഷാറിന് കൂടുതൽ അടുപ്പം? അത് എല്ലാവരോടും എനിക്ക് അടുപ്പമാണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, എന്നാലും കോടിയേരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ കുറെ കൂടി സ്വതന്ത്രമായി സംസാരിക്കാൻ തുഷാറിന് കഴിയുന്നുണ്ടോ? അല്ല, എനിക്ക് എല്ലാവരുമായി സ്വതന്ത്രമായ കാര്യം, മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പിണറായിക്ക് എന്തായാലും തുഷാറിനെ പറ്റി ഒരു സംശയമുണ്ട്. കാരണം O രാജഗോപാലിനെ ജയിപ്പിക്കാൻ തുഷാറിനാവുന്ന വിധത്തിൽ ചെയ്തു എന്നുള്ളത്. കോടിയേരിക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ തുഷാറിനോട്? അത് പാർട്ടിക്ക് മൊത്തമായിട്ടുള്ള ആക്ഷേപമാണല്ലോ. അതൊരു വ്യക്തിയുടെ ആക്ഷേപമായിട്ടല്ലോ അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇപ്പം ആരോട് പോലും സംസാരിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഭയത്തോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ ആളുടെ അടിമയല്ല. എൻ്റെ കാര്യങ്ങൾ പറയാനും എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പറയാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ പറയുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെ ഒരു നിലപാട് എടുക്കുകയും അല്ലെങ്കിൽ ഒരു മൃദു BJP സമീപനം എടുക്കുകയും മറുപക്ഷത്ത് ചെന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നത്? ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണ്ടേ യോഗ നേതൃത്വത്തിന്? അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ എടുക്കാത്തതുകൊണ്ടാണ്. കാര്യം നിലപാടെടുത്താൽ നിശ്ചയദാർഢ്യത്തോടു കൂടെ തന്നെ മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു നിലപാടെടുക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധാരണ മാറ്റി സംസാരിക്കാൻ കുഴപ്പമില്ല. നിലപാടെടുത്താൽ പോലും ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്ത്, വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകളുടെ അടുത്ത് നേരിട്ട് പോയി പറയേണ്ട ബാധ്യത എനിക്കുമില്ലേ? അതുകൊണ്ട് സംസാരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടോ? അങ്ങനെ പ്രത്യേകം അതൊക്കെ എന്ത് തീരുമാനം ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ വ്യക്തിപരമായി എനിക്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ ഇന്നിപ്പോൾ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളാണ്. അത് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റാണ് ഞാൻ. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലത്. അത് തീരുമാനം എടുക്കേണ്ടത് SNDP യോഗത്തിൻ്റെ ബോർഡുണ്ട്, കൗൺസിലുണ്ട്, അതുപോലെ തന്നെ യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറിമാരുണ്ട്, അതുപോലെ തന്നെ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളുണ്ട്. എനിക്ക് ഇവരോടൊക്കെ കൂടിയാലോചിക്കാതെ എങ്ങനെ ഞാൻ തീരുമാനമെടുക്കണമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം SNDPയുടെ നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതാണോ അതോ ഒരു രാഷ്ട്രീയ നേതാവുക എന്നുള്ളതാണോ ആഗ്രഹം? ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം തന്നെ ഞാൻ വളരെ വലുതായി കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ആയിട്ട് പോകണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള യോഗം ജനറൽ സെക്രട്ടറിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അത് ഇപ്പോൾ എനിക്ക് ഇപ്രാവശ്യം വേണമെങ്കിലും വളരെ നിസ്സാരമായ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയി മാറാമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ചുമ്മാതിരിക്കുന്ന കസേര അല്ലത്. ഒരു കാര്യം മനസ്സിലാക്കണം, SNDP യോഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കണമെങ്കിൽ, അതുപോലെ യൂണിയൻ്റെ ഭാരവാഹിയാകണം എന്നുണ്ടെങ്കിൽ, SNDP യോഗത്തിൻ്റെ കൗൺസിലിരിക്കണമെങ്കിൽ, SNDP യോഗത്തിൻ്റെ ഓരോ കസേരകളിലും ഇരിക്കണമെങ്കിൽ ഗുരുദേവൻ്റെ അനുഗ്രഹം നേരിട്ടില്ലാതെ, അവിടുത്തെ തീരുമാനമില്ലാതെ ഒരിക്കലും ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങളൊക്കെ. ഈ ഒടുവിലത്തെ ഇലക്ഷനിലും അങ്ങനെ ഒരു സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് തുഷാർ ജനറൽ സെക്രട്ടറി ആകാത്തത്. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശന് ഒഴിഞ്ഞു തരാത്തതുകൊണ്ടല്ല. ഒരിക്കലും എന്തിനാ അങ്ങനെ ഒഴിഞ്ഞു തരാൻ? ജോയിന്റ് ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 10 വർഷം മുമ്പേ മാറാൻ തയ്യാറായി നിന്നതാണ്. തീർച്ചയായും. കാരണം ഒരിക്കലും അത് ജനറൽ സെക്രട്ടറി മാറരുത് എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. അതിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹമല്ലത്. SNDP യോഗത്തിലെ മുഴുവൻ പ്രവർത്തകരുടെയും ആഗ്രഹത്തിനനുസരിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. എപ്പോഴാണ് ഒഴിഞ്ഞു തരിക ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുഷാറിന്? അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇനി ഒരു 2-3 ഒരു 10-20 വർഷം കൂടെ അദ്ദേഹം തന്നെ SNDP യോഗത്തിന് നേതൃത്വം ഇരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. തുഷാർ കാത്തിരിക്കാൻ തയ്യാറാണ്. ഞാൻ വളരെ നന്ദി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. താങ്ക് യു.
Nucleus Properties Close Encounter, brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life. Powered by Bright Light. പുതിയ ഇവോ സീരീസ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ് വിരൽത്തുമ്പിലെ സൂര്യൻ.